ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്ലോത്തിൻ്റെ മൊത്തം ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 5.5 ഇഞ്ചാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് സെൻറ്റർ ഭാഗത്തേക്ക് മടക്കിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്റർ ഭാഗത്തേക്കാണ് ഇതിനെ മടക്കിയെടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് കൂടി ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊന്ന് തുന്നിയെടുക്കാം. 4 തുന്നുകളാണ് ഇതിൽ കൊടുക്കുന്നത്. ഫസ്റ്റായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു തുന്നു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ സെൻറ്റർ ഭാഗത്ത് ഈ ഒരു രീതിയിൽ തുന്നിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തുന്നു കൂടി കൊടുക്കുന്നുണ്ട്. മൊത്തം 4 തുന്നാണ് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഒരു നൂലിനെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിനെ നല്ല വൃത്തിയായിട്ടൊന്ന് ചുറ്റി കെട്ടി കൊടുക്കാം. അടുത്തതായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 6.5 ഇഞ്ചാണ് കേട്ടോ. അതിനുശേഷം അതിൻ്റെ നല്ല ഭാഗം പുറത്തോട്ട് വെച്ചിട്ട് ചീത്ത വശത്തോട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് 2 സൈഡിൽ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് തുന്നിയെടുക്കാം. തുന്നിയെടുത്തിട്ടുള്ള ഈ ഒരു നൂലിനെ നല്ല ഫിറ്റായിട്ട് ഒന്ന് വലിക്കുക. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ അതിലേക്ക് ചേർത്ത് ഒന്ന് തുന്നിയെടുക്കാം. അടുത്തതായിട്ട് ഇത് രണ്ടുമായിട്ട് ചേർത്ത് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഡിസൈനൊക്കെ വന്നിട്ടുള്ള ഈ ഒരു നെറ്റ് ക്ലോത്തിൽ 7 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 3.5 ഇഞ്ച് വീതിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഓപ്പോസിറ്റ് വരുന്ന ഭാഗം കൂടി ഇതുപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. അതിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തം 5 തുന്നുകളാണ് അതിൽ കൊടുക്കുന്നത്. അതിനുശേഷം നല്ല ഫിറ്റായിട്ടൊന്ന് കെട്ടി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ലേസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേസിനെ കൂടി അതിലേക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കൈ തുന്നിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഗ്ലൂ ഗണ്ണാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്റ്റോൺസിനെ കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കാണുന്ന ഭാഗത്ത് മാത്രം ഒന്ന് സ്റ്റോൺസിനെ ഒട്ടിച്ചെടുക്കാം. നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 സൈഡിലും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കിടിലനായിട്ടുള്ള ഒത്തിരി വീഡിയോസുമായിട്ട് വരാം. ഇന്നത്തെ വീഡിയോയുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക. മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക. അടുത്ത ദിവസം കിടിലൻ വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.